ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നെയ്മീൻ വറ്റിച്ചതുണ്ടാക്കാം. നെയ്മീൻ വറ്റിച്ച കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കിയാൽ നാളെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇന്ന് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ രുചി കൂടുതൽ നാളെയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഏകദേശം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി കളറ് മാറി തുടങ്ങുമ്പോൾ, കളറ് നല്ല ബ്രൗൺ ആവരുത്, അപ്പോൾ നമുക്ക് പിന്നെ നല്ല കയ്പ്പ് രസം വരും കറിക്ക്. അപ്പോൾ ബ്രൗണായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, വേപ്പില ഇതെല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 8 കാന്താരി മുളക്, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വഴറ്റാം. അല്ലാതെ ഓരോന്നും ഇങ്ങനെ വഴന്നിട്ട് ഇങ്ങനെ മാറ്റണം എന്നില്ല. കാരണം ഇത് നമുക്ക് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട. എല്ലാം ഒന്ന് വാടി എല്ലാം ഫ്ലേവേഴ്സും ഒന്ന് മിക്സ് ആവുക, അത്രേ വേണ്ടൂ. അപ്പോൾ നമുക്ക് അതിന് ശേഷം മുളക് പൊടി 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒപ്പം ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നന്നായി മൂക്കും, പക്ഷേ പൊടിയുടെ കളറ് മാറില്ല, പെട്ടെന്ന് കരിഞ്ഞും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. വെള്ളമൊക്കെ വറ്റി പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുടംപുളി പോൽപ്പുളി വെള്ളത്തിൽ കുതിർത്തതാണ്, അതായത് ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൽ നിന്ന് വെള്ളമെടുത്ത് അതിലേക്ക് 3 കഷ്ണം കുടംപുളി ഇട്ട് കുതിർത്ത് വെച്ചിട്ട് ആ കുടംപുളി ആ പുളിവെള്ളവും ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിൽ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർക്കുമ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ പാകം നോക്കി ചേർക്കുക. ഉപ്പ് ഓരോരുത്തർക്കും ഓരോ പാകമാണ്, അത് കറക്റ്റ് അളവ് ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ നിങ്ങളുടെയും പാകം തന്നെയോ. അങ്ങനെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1 കിലോ നെയ്മീൻ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്. ചെറിയ തീയിൽ വറ്റി അത് നല്ല റെഡ് കളറാവും, ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് പോവും. അങ്ങനെ ഒരു റെഡിഷ് ബ്രൗൺ കളറിലേക്കാവുമ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കറിയാണ്.